സംഭവം ഞാൻ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നീ നിന്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞൊരു പയ്യൻ നിനക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞ കേട്ടോണം. അതായത് നിനക്ക് ഇങ്ങോട്ടോ അവിടെ സൗണ്ട് കേൾക്കണം. അവര് പറഞ്ഞുതരണോ പറയണേ? യവൻ അത് ഓൺപിച്ചവൻ പറഞ്ഞായിട്ട് വിളിച്ചപ്പോ, അതായത് നിനക്ക് അറിയാന്നുള്ള ഒരാള് അവിടെ ഉണ്ടായിരുന്നു, നിന്റെ ഏതോ പഴയ കൂട്ടുകാരനോ ആരോ ആണ്, മച്ചമ്പി ആരോ ആണ്. അവനെ നീ വെടിവെച്ച് കൊന്നു. അത് വണ്ടിക്കകത്ത് അത് വണ്ടിക്കകത്ത് വെച്ച് നീ വണ്ടി ഈ വലിച്ചിട്ടുള്ള കാര്യം അവന്മാര് പറഞ്ഞു കേട്ടോ ബാബു. ഓക്കെ, അപ്പൊ നീ അവന്മാരെ കൂട്ടത്തിലുള്ള ഒരാളെ വെടിവെച്ച് കൊന്നു നീ. ഓക്കെ, അപ്പൊ അവന്മാർ ഗ്യാങ് ഡ്രസ്സിലായിരുന്നു. അപ്പൊ ഇത് കണ്ടു നിന്ന് അവന്റെ കൂട്ടത്തിലുള്ള ഒരാൾ വിചാരിച്ച് നീ അവനെ കൊന്നതാണെന്ന് വിചാരിച്ച് അവൻ നിന്നെ അടിച്ചിട്ടു. ഇതാണ് ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നെയാണ് എന്നിട്ടാണെന്നല്ല, അങ്ങനെയാണ് സംഭവം. അതാണ് സംഭവം. അപ്പൊ നിനക്ക് ആ നീ കൊന്ന കൂട്ടുകാരൻ തമ്മിൽ സംസാരിച്ച് ഇത് നീ ടെൻഷൻ ആണ് അല്ല നീ പറ. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ അടിച്ചിട്ട് 2 പയ്യന്മാരെ നിന്നെ വിളിച്ചോണ്ട് കാണാൻ പോകും. നിങ്ങൾ അവിടെ സംസാരിച്ച് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ വിട്ടുതരാ, ഇല്ല ഫ്രണ്ട്സ് ആണെന്ന് ഓർമ്മയില്ല അവിടെ വെച്ച് അടിക്കാം. ഓക്കെ, ഒരു തോന്നുന്ന അടിച്ചു കിടക്കി ചേട്ടാ ബാബു, ചുമ്മാ ഇരി ഓരോന്നും പറയാതെ സംസാരിക്കാൻ പോണേ. അപ്പൊ സംസാരിക്കാനാണത്. അച്ഛന് വാ, സീനൊന്നുമില്ല. നമ്മളിത് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഡോറടായി. വാ രീതി നമുക്ക് കുറച്ച് നല്ല നീറ്റായിട്ട് സംസാരിക്കാം. എപ്പോഴത്തെ പോലെ നമുക്ക് ഇങ്ങനെ ചുമ്മാ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവര് സംസാരിക്കട്ടെ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇല്ല പയ്യ, അയ്യോ ഇതില് ആരാണ്? അല്ല, എനിക്ക് ടോണിയുടെ അടുത്ത് സംസാരിക്കാനല്ല, എന്നെ ആരും അടിച്ചു വന്നത്. ടോണി അടുത്ത് സംസാരിക്കട്ടെ ആദ്യം. ടോണി നമ്മൾ വളരെ ഒരു മാന്യമായ സംഭാഷണത്തിനാണ്. എന്തിനാണ് ബ്രോ അടിച്ചു വന്നത്? അടിച്ചു വന്നത് എന്തിനായിരുന്നു ബ്രോ? ബ്രോ എടേ നീ ഇവനെ കൊന്നിട്ടല്ലടാ. അല്ലല്ല, കണ്ടായിരുന്നോ ബ്രോ? കണ്ടായിരുന്നോ? എടേ നീ ഗണ്ണെടുത്ത് കളിക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോ വണ്ടിക്കകത്ത്. ബ്രോ ഏത് കണ്ണിനാ ബ്രോ അടിച്ചേ? ഞാൻ ഏത് കണ്ണിനാ അടിച്ചേ? അല്ല ബ്രോ അവൻ ചോദിച്ച സിമ്പിൾ കാര്യം. ബ്രോ കണ്ടായിരുന്നു, അടിച്ച് കൊല്ലുന്നതായിട്ട് കണ്ടായിരുന്നോ ബ്രോ? നമ്മള് എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നിട്ട് കുറെ സിറ്റിസൺസിനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോ ഇവൻ ഏതോ ഒരു ഡ്രസ്സിൽ, റാൻഡം ഡ്രസ്സിൽ വന്നിട്ട് ലൈക്ക് നമ്മളെ കുറെ പേര് ചുമ്മാ ഫെസ്റ്റ് വെച്ച് ഇടിക്കുകയും വണ്ടിക്കൊക്കെ ചവിട്ടിയായിരുന്നു, വണ്ടി നശിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഇതാക്കി കൊണ്ടുവന്ന് കുറച്ച് ന്യൂസൻസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഗണ്ണ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഗണ്ണ് വെച്ച് എന്താ പറയാ കളിച്ചോണ്ടിരിക്കുന്നു. വന്നിട്ട് ലാസ്റ്റ് ഇവൻ ചത്ത് കിടക്കുന്നു, ടോണി ചത്ത് കിടക്കുന്നു. സോ ഓബിയസ്ലി ഞാൻ വിചാരിച്ചു ഇവൻ ഷൂട്ട് ചെയ്ത് കൊന്നായിരിക്കും എന്ന് വിചാരിച്ചു. കണ്ടിട്ടില്ല ബ്രോ. കണ്ടിട്ടില്ല ബ്രോ. ചോദിച്ചായിരുന്നോ ഇവനാണോ അടിച്ചത്? നമ്മളിപ്പോ ഒരു സിറ്റുവേഷനിലാണ്, വിളിക്കടാ. എടേ എന്നിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആണ് പിന്നെ വിക്കിനെ അടിക്കാൻ വരുന്നു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ ദൂരെ വീഡിയോസ് ഇട്ടേ. വിക്കിനെ ബ്രോ ഗണ്ണെടുത്ത് അടിക്കുന്ന കണ്ടില്ല എന്നുള്ള ബ്രോ പറഞ്ഞു. കണ്ട പുള്ളി പറഞ്ഞു. നമ്മൾ ചോദിച്ചായിരുന്നല്ലോ ബ്രോ ഇത് കണ്ടായിരുന്നു. അപ്പൊ ക്ലിയർ ആയിട്ട് കണ്ടു എന്നാണല്ലോ പറഞ്ഞത് നേരത്തെ വിളിച്ചപ്പോ, ഫോൺ വിളിച്ചപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് കണ്ണ് വെച്ചാന്ന്. അപ്പൊ ചോദിച്ചു ബ്രോ അതൊക്കെ എങ്ങനെയാ ശ്രദ്ധിക്കുക, അപ്പൊ അടിച്ച് കൊന്നാരാ പറഞ്ഞേ? അമ്പി കളിക്കല്ലേ ബ്രോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നമ്മള് മാന്യോട് സംസാരിക്കല്ലേ വിളിച്ചത്. അത്ര മാന്യത പോയില്ലേ അവിടെ തന്നെ? കള്ളം പറഞ്ഞ് നമ്മള് മുച്ചിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അമ്പി കളിക്കുമ്പോ കൊന്നിട്ട് ആള് മാറിപ്പോയിരുന്നു. എന്താ ബ്രോ കേട്ടില്ല?
ലൈക്ക് ഇവൻ ഞാൻ സിറ്റുവേഷൻ അവൻ ഓടി അടിച്ച് ഇവൻ ടോണി അടിച്ചത് ഇവൻ ഓടി അവിടുത്തെ ഓടി അപ്പുറത്ത് വരുന്നത്. ഇവനെ വണ്ടിയിൽ നിന്ന് എടുത്ത് ഇറക്കുന്നതും ലൈക്ക് അവൻ ചാവുന്നതും കണ്ടു, വണ്ടിയിൽ നിന്ന് എടുത്ത് പുറത്തോട്ടേക്ക് ഇടുന്നതും കണ്ടു. ടോണി വെടിവെച്ചത് കണ്ടില്ല. എടാ നിന്റെ അടുത്ത് ഗണ്ണുണ്ടായിരുന്നു, ഒബ്വിയസ്ലി ഞാൻ എന്താ വിചാരിക്കണ്ടേ പോ. ഗണ്ണുണ്ടായിരുന്നോ? പിന്നെ എന്നിട്ട് എന്നിട്ട് നീ ഓടി അപ്പുറത്ത് പോയി മാറിയിരുന്നില്ലേ? ഇവന്റെ ബോഡി എടുത്ത് വണ്ടിക്കകത്ത് നിറയും ചെയ്തു. നീ ഓടി അല്ല വണ്ടിക്കകത്ത് അല്ല ബ്രോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടി എടുത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ അടിച്ചിട്ടെന്നാണോ ബ്രോ അർത്ഥം? ബ്രോ മറ്റേ ഗ്യാങ് വണ്ടിയെന്നായിരുന്നു മറ്റേ വലിച്ചിട്ടത് അടിച്ചിട്ടത്. ആ ഗ്യാങ് വണ്ടിന്ന് വലിച്ചിട്ട് ബ്രോ ഗ്യാങ് വണ്ടിന്ന് വലിച്ചിട്ട് മരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ആവാം. ഫുഡ് കഴിക്കാണ്ട് മരിക്കാം, ബഗ്ഗായിട്ട് മരിക്കാം ബ്രോ, അല്ലെങ്കിൽ വെടി വെച്ച് കൊല്ലാം. ബ്രോ വെടി വെച്ചത് കണ്ടായിരുന്നോ ആരെങ്കിലും? ബ്രോ ഒരു കാര്യം സൗണ്ട് കേൾക്കുമല്ലോ ബ്രോ. ബ്രോ കണ്ട് നിന്നവൻ പറഞ്ഞത് വെടി വെക്കുന്ന സൗണ്ട് കേട്ടില്ല, ഗ്യാങ് വണ്ടിന്ന് വലിച്ചിടുന്നതാണ് കണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടെന്നവനെ ഒന്ന് വിളിക്കാൻ പറ്റുമായിരിക്കും? ആ വിളിക്കാം പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അല്ല ഞാനിപ്പോ ഇതിപ്പോ ചത്തില്ലേ? എടാ നിന്റെ ഫ്രണ്ട് ആരാണ് വില്ലി ഇതില്? ടോണി എവിടെ? ഹലോ അവന് കത്തിപ്പോയി. ഇവിടെ നിന്നിരുന്നേ അല്ലെങ്കിൽ വിഷയമില്ല ചന്ദ്രു. അതായത് ഇവയെ പറയുന്നത് ഞാൻ ഗണ്ണ് വെച്ച് അടിച്ചു കൊന്നതാണ്. മറ്റേ എന്നെ കൊണ്ടതില്ലേ, അവൻ പറഞ്ഞത് ഞാൻ ഇടിച്ചു കൊന്നതല്ല വലിച്ചിടുന്നാണ് കണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വണ്ടിന്ന് വലിച്ചിടുന്നത്. ഇവര് പറയുന്നത് വെടി വെച്ച് കൊന്നു. അപ്പൊ അവൻ ഇത് ചെവി പൊട്ടനാ, കണ്ണുപൊട്ടനാണ് അവൻ. അല്ല ബ്രോ ഫയറിംഗ് സൗണ്ട് വല്ലതും കേട്ടായിരുന്നോ നിങ്ങളുടെ ഗ്യാങ് വണ്ടിയിലോട്ട്? അങ്ങനെ എന്തെങ്കിലും ലൈക്ക് അതെങ്കിലും കേട്ടോ? അല്ലടാ വെടിവെച്ചിട്ടില്ല, അവൻ കയ്യില് കണ്ണുണ്ട്, അവര് വെടിവെച്ചിട്ടില്ല, അവര് കണ്ടിട്ടുമില്ല. ഇതിപ്പോ ഉറപ്പായിട്ടും ബ്രോ വെടിവെക്കണേ നിങ്ങൾ എത്രയും പേര് അടുത്തേക്കുമ്പോ കാണാതിരിക്കും പറയില്ലേ ബ്രോ? ബ്രോ നമ്മള് വേറെ ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. സ്റ്റിൽ ബ്രോ ഇവിടെ നിന്ന് ഒരു കണ്ണെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെടിവെക്കുമ്പോഴേ സൗണ്ട് ഇല്ലെന്നാണോ ബ്രോ പറയുന്നത്? സൗണ്ട് ഇല്ലെന്നാണോ പറയുന്നത്? ബ്രോ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്, അത് നമ്മൾ അറിയുന്ന കേസാണ്. അതുകൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഓക്കേ അപ്പൊ ബ്രോ അവര് ഫ്രണ്ട്സ് തമ്മിലുള്ള ഇടയില് ബ്രോ ഞാൻ ഗ്യാങ് ഞാൻ സിറ്റിസൺ ആയിരുന്നു. ഓക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ബ്രോ ഗ്യാങ് ആണോ സിറ്റിസൺ ആണോ. ഒരാൾ വന്നിട്ട് അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോ, എന്നെ അടിച്ചു കൊന്നിട്ട് എന്നെ എന്റെ അടുത്ത് ഈ കാര്യം വന്ന് പറയുന്നവൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു ടി വിയെ വില്ലാണ് ഇത് വാറാവൂന്ന് പറയുന്നുണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു. അതോ നിങ്ങൾ തമ്മി പറഞ്ഞെന്നാണ് അവൻ തമ്മിൽ അവന്മാര്, അതായത് ഈ സിറ്റുവേഷൻ ആദ്യം ഫസ്റ്റ് പറയാൻ വന്നപ്പോഴത്തേക്ക് അവൻ ഇതൊക്കെ കൊന്നെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞാൽ എടാ ഇത് ടി വി ആയിട്ട് സിറ്റുവേഷൻ ആണെന്നുള്ള രീതിയിലാവൻ പറഞ്ഞത്. സംസാരിക്കാം അല്ല ഞാൻ പറയുന്നത് വലിയായിട്ട് എന്തോ സിറ്റുവേഷൻ ചന്ദ്രന്റെ നമ്പർ ഇല്ലേ? ചന്ദ്രന്റെ അവന്റെ നമ്പർ വിളിച്ചിങ്ങോട്ട് വരാൻ ഇതിൽ ആ പയ്യൻ നമ്പർ ഇല്ലടാ. എടാ പറയുമ്പോൾ ആ പയ്യന്റെ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ അവൻ ആരെന്ന്. ഒരു പച്ച ബൈക്കിൽ അവൻ ആരും അറിഞ്ഞൂടാത്താണ് ഇവിടെ പ്രശ്നം ബ്രോ. ഫോൺ വിളിച്ചിട്ട് മറ്റേ വെടിവെച്ചത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് മാറ്റി പറയുന്നതിന് പ്രശ്നമില്ലല്ലേ? എന്തൊക്കെയാണ് ബ്രോ ഇതൊക്കെ? ബ്രോ ഞാൻ കൊന്നത് കണ്ടോ? കൊന്നു എന്ന് പറഞ്ഞു കൊന്നത് കണ്ടോ? കണ്ടു. ഞങ്ങളെ കൂട്ടത്തിലിരിക്കുന്ന ഞങ്ങളെ കൂടെയുള്ള ആള് ഞങ്ങളെ വണ്ടി എടുത്തോണ്ട് പോകുന്നത് കണ്ടു. ഞാൻ വേണ്ട ഞാൻ സിറ്റുവേഷൻ വന്ന് എടുത്തോണ്ട് പോയി. അത് ഇവന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അവൻ പോയി, അവൻ തിരിച്ചു വന്നു. പിന്നെ ഇവര് തമ്മിൽ ഇവൻ പോയിട്ട് അവനെ അടിക്കുന്നത് കണ്ടു. അതിനുശേഷം ഇവനെ വണ്ടിയിൽ വലിച്ചിടുന്നത് കണ്ടു. അത് ഗണ്ണെടുത്താണ് അടിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, നമ്മൾ വേറെ സംസാരത്തിലായിരുന്നു. ചത്തത് കണ്ടിട്ടില്ല, അവര് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു ബ്രോ. അവര് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. ശരി അങ്ങോട്ട് കൈ വീശിയായിരിക്കും വെടിവെച്ച് കൊന്നു എന്ന ഫോണിൽ കൂടെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ബാബു സംസാരിക്കാം. അതായത് എടാ ഇപ്പം ലൈക്ക് ഇപ്പൊ കത്തിപ്പോലെ മറ്റേ പൈ ഇപ്പൊ വരുവാടാ ഫ്രണ്ട് ടോണി. എന്താണ് ശരിക്കും എന്താണ് ഇപ്പൊ പ്രശ്നം? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ കണ്ട് ഞാൻ അവനെ വലിച്ചിടുന്ന, അല്ലാണ്ട് ഞാൻ അവനെ ഗണ്ണെടുത്ത് വെടി വെക്കുന്നില്ല എന്ന് അവൻ കണ്ട്. അതായത് ഞാൻ കണ്ണെടുത്ത് അവനെ വെടി വെച്ചിട്ട് ഓടിച്ചായിരുന്നോ? അത് ഈ ടോണി പറഞ്ഞിട്ട് ടോണിയുടെ ഒപ്പം ഇരുന്ന് ഞാൻ അവന്റെ ഗ്യാങ് വണ്ടി എടുത്തെന്നുള്ള സത്യമാണ്. പക്ഷെ അവനെ കൊന്നത് ഞാനല്ല. ആ വണ്ടിയിൽ ടോണി ഉണ്ടായിരുന്നോ? ടോണി ഉണ്ടായിരുന്നു വണ്ടിയില്? ഉണ്ടായിരുന്നു.
അവന് ഓർമ്മയില്ലാത്ത ന്യായം പറയുമ്പോ പറയണ്ടേ ബാബു ശരി ഞാൻ ഒരു കാര്യം പറയട്ടെ. അവന്മാരെല്ലാം ഓർമ്മ പറയണ ചന്ദ്ര. ഞാൻ ഇവനോട് ചോദിച്ചപ്പം പറയും ഓർമ്മയില്ലെന്നല്ല ഇവൻ പറയും. ഇവൻ കാര്യമില്ല പറയുന്നത് എന്റെ അടുത്ത്. ബാബുശേരി ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബുശേരി, ഇവന്മാര് ഇത് എന്നെ അടിച്ചു കൊന്ന് എന്നിട്ട് ഇവന്മാര് ഞാൻ ചന്ദ്രന്റെ അടുത്ത് കാര്യം പറയാൻ വന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു കൊറിയൻ മുടി മറ്റേ ഒരു ബ്ലാക്ക് മുടിയുള്ള പുള്ളിയാണ് ഷാക്ക്, അവനാണ് ഷാക്ക്. ആ ഷാക്ക് എന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ടോണി മലയാളത്തിൽ ചോദിക്കാൻ പറഞ്ഞ് നിനക്ക് തന്തയുണ്ടാടാന്ന് ചോദിക്കാൻ പറഞ്ഞത് എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്ത്? ഞാൻ സിമ്പിൾ ഒരു കാര്യം ബ്രോ ഈ കൂടുതല് സാക്കാരാണ് ബ്രോ. തമാശക്കാണോ ബ്രോ തന്തയുണ്ടോ ചോദിച്ചത്? തമാശക്കായിരുന്നു ബ്രോ. തന്തയുണ്ടോ ബ്രോ? അറിയാലോ ബ്രോ, ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. അല്ല ഞാൻ തമാശ തന്തയുണ്ടോ? ഉണ്ട് ബ്രോ, ഉണ്ട്. ആരാ അത്? അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമുക്ക് തമാശയായിട്ട് തോന്നിയില്ല. നമുക്ക് തമാശയായിട്ട് തോന്നില്ലടാ. നമുക്ക് തമാശയായിട്ട് തോന്നില്ല, മനസ്സിലായില്ലേ? നമുക്ക് തമാശയായിട്ട് തോന്നില്ല, മനസ്സിലായ? അത് നമുക്ക് തമാശയായിട്ട് തോന്നില്ല, മനസ്സിലായില്ലേ? നമുക്ക് തമാശയായിട്ട് തോന്നില്ല. തമാശയായിട്ട് തോന്നില്ല, മനസ്സിലായ? അമ്പിക്കളൊന്നുമല്ലല്ലോ. നല്ലൊരു അമ്പിത്തരമായിട്ടുണ്ട്. അടിച്ചിട്ട് കാര്യം പറഞ്ഞില്ലടാ, തമാശയായിട്ട് തോന്നില്ല, മനസ്സിലായടാ? ആ തോന്നില്ല. നിനക്ക് എന്ത് ചെയ്യണോ നീ ചെയ്യണ? നീ ചെയ്തി എന്താ എന്ത് നിനക്ക് ചെയ്യണ്ടാ? വെറുതെ വിളിച്ചിട്ട് ആവശ്യമില്ല ബ്രോ, ആവശ്യമില്ല. കുറച്ചവൻ അങ്ങനെ റിപ്ലൈ എടുത്തോളൂ, മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അതാണ് നമ്മൾ റിപ്ലൈ എടുക്കാനുള്ള. അത് കേൾക്കണവന് തമാശയായിട്ട് തോന്നില്ലെങ്കിൽ തമാശ അല്ല ബ്രോ, മനസ്സിലായില്ലേ? അത് കേൾക്കുന്നവന് തമാശയായിട്ട് തോന്നില്ലെങ്കിൽ തമാശ അല്ല, മനസ്സിലായ? മനസ്സിലായില്ലേ? അല്ല ഇവിടെ നിൽക്കില്ലേ, എല്ലാവരും സംസാരിക്കണേ ബ്രോ, ഒന്ന് സംസാരിക്കും ഇവിടെ. തിരിച്ചങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. നമ്മളതുപോലെ തമാശക്ക് എടുത്തിട്ടുള്ളത്. ഈ സിറ്റുവേഷൻ വന്നിട്ട് എന്റെ കോലീഡർ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ഒരാളുടെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എന്നിട്ട് നീ നിന്റെ ആശാന്റെ അടുത്ത് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കലേ നിന്നെ വിളിച്ചിട്ട് വേറെ ഇപ്പൊ 55 നിന്നെ വിളിച്ചിട്ട് വില്ലി നിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു മലയാളത്തിൽ ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ, അതിന്റെ ആവശ്യം എന്താണ്? ഒരു ആവശ്യമില്ല. എനിക്ക് നീ എത്ര ആളാണ് അറിയാവുന്നത്? നീ എന്നെ വിളിച്ചിട്ടില്ലേ? നീ ഉണ്ടാക്കല്ലേ വില്ലി? അമ്മി കളിക്കില്ലേ വില്ലി? തന്നെ വീണ്ടും കൊല്ലുന്നതാ. അടുത്ത അനിയൻ സിനിമ ഇറങ്ങണ്ട, അതിൽ അമ്പി റോളിംഗ് ഒക്കെ അറ്റ്ലീസ്റ്റ് നടന്ന കാര്യം നടന്ന പോലെയൊക്കെ പറയണോടെ. ഞങ്ങള് സൗകര്യത്തിന് ബ്രോ ചുമ്മാ മാസ്റ്റർ നീ കണപ്പിക്കാൻ നിൽക്കില്ലേ? പോയേ ബ്രോ സ്നൈപ്പർ ചുമ്മാ ലീവ് ബ്രോ. വേറെ എന്തിനാ മാസം കണപ്പിക്കാൻ നിൽക്കണ ബ്രോ? അവനെയും കൂടെ വിളിച്ചിട്ട് പോയാ ബ്രോ വിളിച്ചിട്ടോ, പുള്ളി AFK ആണ്. ബ്രോക്കിന് ആരെങ്കിലും വിളിക്കണ്ടോ? ബ്രോക്കിന് ആരെങ്കിലും വിളിക്കണ്ടോ ഇവിടെ? നമ്മുടെ കൂടെ ഉള്ളവര് വാ. എടാ വന്ന് കേറ് വാ. എടാ ചന്ദ്ര വന്നേ. ഗണ്ണെടുത്ത സ്പോട്ട് ചെയ്തോ? എടാ എല്ലാരും താഴോട്ട് ഇറങ്ങി ആടാ മണ്ടക്കിക്കുന്നത്.
അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മള് വന്നോളാം. വാറ് വിളിക്കണമെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ ബാബു കേറാ. ശരിക്കും പറഞ്ഞ ഒറ്റ മിനിറ്റ് ഇത് വന്ന് ഇവിടെ വന്ന് സംസാരം മീൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നും പല പല കാര്യങ്ങളും മാറ്റി പറഞ്ഞു. ഹലോ എനിക്ക് തോന്നുന്നത് ഇതേ അവന് ആ പറഞ്ഞവനല്ലേ ഇവനായിട്ടൊന്ന് കമ്പനി ഉണ്ട് മനസ്സിലായോ? ഈ തന്തയ്ക്ക് പറഞ്ഞൊക്കെ എന്ത് കമ്പനി? അവന് കൊള്ളണമെങ്കിൽ പിന്നെ ആ തമാശയാണ് അത്. കമ്പനിയല്ല ഞാൻ പറയട്ടെ, മറ്റേ ചത്തു പൊങ്ങിയ വീണ്ടും അത് വലിയ നീ സംസാരിക്കണം അവന്റെ അടുത്ത്. വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി ഇറക്കാം ഇവനെ. വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ പോ. കൂടെ ഉള്ളവന് തമാശയല്ല, അവന് ഒരു തന്തയ്ക്ക് വിളിച്ചെന്നൊക്കെ പറഞ്ഞ പിന്നെ എന്തിന്? എടാ വിട് ചന്ദ്ര വിട്. അത് കുഴപ്പമില്ല, കുറെ നേരം അമ്പി കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ വില്യൻ നിന്നെ രണ്ടാമത് ഇത്രയും പറഞ്ഞിട്ട് കയറി അടിച്ചത്. ഇതാ നിന്റെ കൂട്ടുകാരനാണെന്നല്ലേ നീ പറഞ്ഞത്, പിന്നെന്തിനാ അടിക്കുന്നേ? അവിടെ നിന്ന് വണ്ടിക്ക് നമ്പറൊക്കെ എടുത്ത് വണ്ടി എടുത്ത് വാ. അവിടെ നിന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ? അപ്പൊ ചാക്ക് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ടോണിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ചാക്ക് അപ്പൊ ചാക്കല്ലേ മറ്റേ ഇടയിൽ മറ്റേ തന്തയ്ക്ക് വിളിച്ചത്. ഈ തന്തയ്ക്ക് വിളിച്ച ഒറ്റ മിനിറ്റ് ഈ സാക്ക് എന്ന് പറഞ്ഞ നീ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവില്ലേ? അല്ലല്ല അവിടെ എന്റെ പൊന്നി ചന്ദ്ര അമ്മമാര് പറഞ്ഞത് ചാക്കിന് ഇവൻ തന്തയ്ക്ക് നീ എപ്പോഴും ചാക്കിനെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. അപ്പൊ നിന്നെ വിളിച്ചത് അപ്പൊ പിന്നെ അതായത് നിന്നെ വിളിച്ചത് തന്തയ്ക്ക് വിളിച്ച് അതുകൊണ്ട് തിരിച്ചു വിളിച്ചാണ്. ഇന്നലെ മണിയാണോ പകരം വിട്ട 2 ദിവസം കഴിഞ്ഞിട്ട്